ഞാൻ എന്താണ് വയൽക്കാടായിട്ട് വന്നത്? ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയാണ് സാബുമാൻ. എടാ നീ അനുമോളുടെ ചെലങ്കയാണ്, നീ വെറും ചെലങ്ക. എനിക്ക് സാബുമാനെ തീരെ വിശ്വാസമില്ല, പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവുന്നത് ചെക്കനാ. ഞങ്ങളുടെ സ്ട്രാറ്റജി ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്. ഞാൻ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല, പക്ഷെ വേണ്ട സമയം ഓരോ പരിപാടികൾ ചെയ്യാറുണ്ട്. ആ ചിരി ക്യൂട്ട്നെസ് ചിരിയല്ല, ഒരു കൊലച്ചിരിയാണോ എന്ന് സംശയം. നീ ചിരിക്കണ്ടേ? സാബുവിന്റെ കിടിലൻ ഫേസ് വരാൻ കിടക്കണം. സാബുവിന്റെ വരവും കാത്തിരിക്കുകയാണ് സ്ക്രീനില്. നീ പോടാ. വരുവാടാ വരും. സാബുമാനായാലും ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചിരിച്ചു കളിക്കുന്നുണ്ട്. സാബുമാൻ ഇത്രയും ഡാൻസ് കളിക്കുന്ന 50 പുഷപ്പ് എടുക്കാൻ പറ്റുന്ന വേറൊരു കണ്ടസ്റ്റന്റ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇല്ല. എടാ നീ എന്നെ ഒന്ന് പൊട്ടിക്കടാ. Ain't never backing down from no matter. I'm sticking to planning, settling for nothing less than a historic victory. Just listen me. സാബുമാൻ. And let things be my destiny. Just testing me. I've got so much more. ഒരാള് കാണുമ്പോ സാബുമാന്റെ ചിരിയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. We're never gonna sit. സാബുമാൻ ഉള്ളിൽ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ, നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന, നമ്മളുടെ മനസ്സിൽ ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയും സ്ട്രെസ് ഉള്ള ഒരു വീട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് സാബുമാനെ പോലെ ഒരാൾ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാബുമാന്റെ ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിരികളില്ലേ, ഭയങ്കരമായിട്ട് ചിരിച്ച് ഓരോരുത്തർ ഓരോ രീതിയിലുള്ള ചിരികളും കൊടുത്ത്, ചിരിക്കാത്ത ആൾക്കാർ വരെ ചിരിച്ച് നല്ല രസമുണ്ടായിരുന്നു അത് മൊത്തത്തില്. സാബുമാൻ എന്ത് ചെയ്യാനല്ലേ, എന്ത് ചെയ്യാനാ മോനെ. അവൻ നിന്നത് കട്ട വെയിലത്താണ്. ചേട്ടാ പേട്ടയോടെ കളിക്കല്ലേ. അല്ല അവിടെ എന്തിനാ നന്മമരം കളിക്കാൻ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബാങ് വീക്കിൽ എന്താ കിട്ടി? അച്ഛന്റെ പേര്, ചെറുക്കന്റെ പേര് ആകാശ്. ഭൂതം കുറച്ച് കൊഞ്ചല് കൂടെയല്ലേ, അത് വേണ്ട കേട്ടോ. നീ എന്തിനാ ഒരു പെണ്ണിനെ ശല്യപ്പെടുത്തുന്നു? പോടാ അക്ബറിന്റെ മരപ്പാവേ. കുറച്ച് ഫിസിക്കൽ ആവാമെങ്കിൽ ഉണ്ടല്ലോ അനുമോളെ, ഞാൻ ഇവനെ ചവിട്ടി എടുത്ത് കളഞ്ഞാണ്. തിരുവനന്തപുരത്തെ പേട്ടയുടെ പൊന്നോമന പുത്രൻ സാബുമാൻ. എനിക്ക് ബിഗ് ബോസിനെ പോലെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ഇവിടെ വന്ന് എനിക്ക് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഇല്ലായിരുന്നു, ഞാൻ റിയൽ ആയിട്ട് നിന്ന് അത് തന്നെ. അപ്പം ഞാൻ ഹാപ്പിയാണ്.